എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. സാധാരണയായി നമ്മൾ ചെറിയ നാടൻ മാങ്ങ ഉപയോഗിച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറ്. ഇത് ഞാൻ സാധാരണ മാങ്ങ കഷ്ണങ്ങളായി നുറുക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്, പഴുത്ത മാങ്ങ ഉപയോഗിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ വലിയ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്, കഷ്ണം നുറുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ചെറിയ മാങ്ങയാണ് ഉപയോഗിക്കാറ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം, 1/2 ടീസ്പൂണോളം ചുവന്ന മുളക് പൊടി, നാളികേരം ഒരു 1/2 കപ്പോളം എടുക്കാം, തൈര് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് എടുക്കാം. ഇനി കടുക് വറുക്കാൻ ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരിയിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, അത് ഓപ്ഷണലാണ്, രണ്ടും ടേസ്റ്റ് ഉണ്ടാവും. ഇനി കടുക് വറുത്തിടാനായിട്ട് കടുക്, മുളക്, ഉലുവ, കറിവേപ്പില, ശർക്കര ആവശ്യത്തിന് എടുക്കാം. മാങ്ങ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്കിനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് കീറിയിട്ടത്, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. കഷ്ണം നന്നായി വെന്തിട്ടുണ്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി 2 അച്ചാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് വരട്ടണം. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് വരട്ടുക. വളരെ കുറച്ച് മതി, നെയ്യിലാണിത് വറവിടുന്നത്, അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് മതി. നല്ലപോലെ വരട്ടിയതിന് ശേഷം ഒന്ന് കുറുകിയിട്ട് പിന്നെ നാളികേരം, ഇതാണ് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചാണ്. ഇത് കുറുക്കിയാണ് ഉണ്ടാക്കുന്നത്. സൈഡ് ഡിഷാണെങ്കിൽ കുറുക്കി ഉണ്ടാക്കാം, അതല്ല ഇതിപ്പോൾ കറിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മാങ്ങ കറി ആയിട്ടാണ്. തൈരും കൂട്ടിയാണ് ഇട്ട് അരച്ചിട്ടുള്ളത്. തൈര് കൂട്ടി അരച്ച് വെള്ളം പോലെ അരയണം, ഇതിൽ ചേർക്കാം. ഇനി ഞാൻ കറിവേപ്പിലിട്ട് അരവൊക്കെ കഴുകി ഒഴിക്കട്ടെ കേട്ടോ. നെയ്യിൽ കുറച്ചതാണ് കടുകും, ഉലുവയും, കറിവേപ്പിലയും, ചുവന്ന മുളകും. നേരത്തെ അരച്ച നാളികേരത്തിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അത് മറന്നു പോയതാ, അതും കൂടി ഇതിൽ ചേർക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ മാങ്ങ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഷ്ണം കൊണ്ട് നമുക്ക് വയ്ക്കാം, പഴുത്ത മാങ്ങ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.